എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി അല്ലെങ്കിൽ വിജയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചുവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമെത്തുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടോ? എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡാഡിയുടെ ബർത്ത്ഡേക്ക് ഞാൻ എന്തൊക്കെയാണ് ഡാഡിക്ക് ഉണ്ടാക്കി കൊടുത്തതെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ ചിന്തിച്ചു വെളിയിൽ പോകാമെന്ന്. പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഉണ്ടാക്കി എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാം, നമുക്ക് വേറെ ദിവസം വെളിയിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് സൺഡേ ഞാൻ ഒട്ടും ഒന്ന് കിടന്നിട്ടില്ല. രാവിലത്തെ അതേപോലെ കാരണം ഇന്ന് ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഡാഡിയുടെ സിസ്റ്ററുടെ മോൻ UK സെറ്റിൽഡ് പാസ്റ്റർ AG ചർച്ചിൻ്റെ. അപ്പോൾ ഇവിടെ ബോംബെയിൽ അവരുടെ ചർച്ചുണ്ട്. പുള്ളി നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ബോംബെയിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അവരുടെ ചാച്ചൻ്റെ പരിചയത്തുള്ള. പിന്നെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഫാസ്റ്റിംഗ് പ്രെയർ മീറ്റിംഗ്, ബാബുജി എന്ന പേര്. അപ്പം വന്നുകൊണ്ട് നമ്മുടെ അടുത്തൊക്കെ വന്നായിരുന്നു, ഇവിടെയൊക്കെ അപ്പം ഇവിടെ വന്നായിരുന്നു. അപ്പം ഞങ്ങൾ പ്രെയറിന് പോയിട്ട് ആദ്യം പറഞ്ഞ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ വരുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇന്നലെ രാത്രി പറഞ്ഞു ഇവിടെ ഞങ്ങളുടെ അടുത്ത് അച്ചാച്ചൻ അങ്ങനെ പോയി അച്ചാൻ്റെ സ്ഥലങ്ങളൊന്നും അത്ര അറിയാത്തെന്ന് പറഞ്ഞു. ഇവിടെ മലയാളിയിൽ ഒരിടത്ത് വരുന്നുണ്ട് മീറ്റിങ്ങിന്, ഞങ്ങളുടെ ചർച്ചുണ്ട്. അപ്പം നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞ് വിളിച്ച് നന്നായി മലയാളമാകുമ്പോൾ നമ്മുടെ അടുത്താണെന്നല്ല, പിന്നെ ചൊവ്വാഴ്ച പനവേലിയിൽ നിന്നൊക്കെ ഇവിടെ വരുന്നതിനൊക്കെ നല്ലതെന്ന്. അപ്പം പുള്ളി പറഞ്ഞ് 4 മണിയാകുമ്പോഴത്തേന് ഞാൻ വരാമെന്ന്. അതുകൊണ്ട് വന്നിട്ട് ഞാനൊന്നും കിടന്നൊന്നുമില്ല. അതുകൊണ്ട് തലയൊന്നും ഇപ്പോഴാണ് ഞാൻ നോക്കുന്നത് തന്നെ തല. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണും കേട്ടോ. ചിക്കൻ ബിരിയാണിയാണ് ഇന്നത്തെ റെസിപ്പി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കാണേ. കണ്ണ് ചൊറിഞ്ഞു കൊണ്ട് കണ്ണ്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പവും മുട്ടക്കുറുമയെന്ന് വേണേൽ പറയാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഉരുളൻകിഴങ്ങും ക്യാരറ്റും ഒക്കെ ഇട്ടുള്ള, നമ്മൾ മുളക് പൊടി ചേർക്കാതെ ഉണ്ടാക്കുമല്ലേ അത്. അപ്പം ഞാൻ അതിനായിട്ട് ഉരുളൻകിഴങ്ങും ക്യാരറ്റും ഞാൻ കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലോട്ട് ചീനച്ചട്ടി വെച്ചതിലേക്ക് ഇത്തിരി ഓയിലൊഴിച്ചിട്ട് കടുകും ഇട്ട് ഒരു 2 കറിവേപ്പില ഇട്ട്, എന്നിട്ട് ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസിലെ സവാള, കുഞ്ഞതായിരുന്നു കേട്ടോ, സവാളയും എരിവിനനുസരിച്ച് പച്ചമുളക് അതുകൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് കുറച്ചൊന്ന് വാട്ടിയെടുക്കാം ഈ സവാള. അപ്പോൾ സവാളയൊക്കെ ഇച്ചിരി ഒന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മസാലയുടെ പച്ചപ്പൊക്കെ ഒന്ന് പോയണേ ഇതിലേക്ക് കുക്കറിൽ വേവിച്ച കിഴങ്ങും ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് വേവിച്ചെടുക്കണേ, ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടത്തക്ക വിധത്തിൽ. എന്നിട്ട് ഞാൻ ഇതിലേക്ക് അതെല്ലാം ഒന്ന് മസാലയുമായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒരു അരമുറി തേങ്ങയില്ല, അതിലും കുറച്ച് തേങ്ങ, 2 ഏലക്ക, 1 ടീസ്പൂൺ പെരുംജീരകം, ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കടലമാവ് കൂടെ ചേർത്തായിരുന്നേ, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഞാനത് തിളച്ചോണ്ട് തീ അങ്ങ് ഓഫാക്കിയായിരുന്നു. തണുത്തതിന് ശേഷം ഇത് നോക്കെ കുറേയും കൂടെ അങ്ങ് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇതിൽ ഞാൻ മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കട്ടെ. അങ്ങ് ഒത്തിരി ഇവർക്ക് ഇത്രയും തിക്കായിട്ട് വേണ്ട. അപ്പം ഞാൻ ഇച്ചിരി ചൂടുവെള്ളം ഇതിലോട്ടൊന്ന് ഒഴിച്ച് അതൊന്ന് ലൂസാക്കി എടുക്കുകയും. കറി ഇച്ചിരി യെല്ലോ കളറാണ്. ഈ ക്യാമറയുടെ സെറ്റിംഗ് അനുസരിച്ച് താണ്ട് ഞാനത് തിരിച്ച് വരുന്നുണ്ട്. ചില സ്ഥലത്ത് വരുന്ന ഉടനെ ഇച്ചിരി മഞ്ഞ കളർ പോലുണ്ട്, താണ്ട് ഇപ്പോൾ ഒരു മഞ്ഞ കളറുണ്ട്, അല്ലെങ്കിൽ അല്ലാത്ത കളറാണ്. ഇച്ചിരി യെല്ലോയിഷ് കളറാണ് കറിയെ. അപ്പോൾ ഞാൻ ബിരിയാണിക്കുള്ള ചിക്കൻ രാത്രിയിൽ അങ്ങ് മാരിനേറ്റ് ചെയ്ത് വെച്ച് അതാണ് ഈ കാണിക്കുന്നത്. ആദ്യം നമുക്ക് ഇത് 1.5 കിലോ ചിക്കൻ ഉണ്ട്. കൂടുതലും ബോൺലെസ് ചിക്കനാണ് കേട്ടോ. കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എരിവ് തീരെ വേണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ മുളക് പൊടി ചേർക്കുക. ഞാനൊരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ഒരു വലിയ നാരങ്ങയുടെ നീര്.
എല്ലാം കൂടെ ഒന്ന് മസാല തേച്ച് വെക്കാമേ. തലേന്ന് രാത്രിയിൽ ചെയ്ത് വെച്ചാൽ അത്രയും നല്ല. അതല്ല എങ്കിൽ ഒരു 2-3 മണിക്കൂറേലും വെക്കണേ. അത്രയും വെക്കാൻ സമയം 1 മണിക്കൂറേലും വെക്കുക. എത്രയും വെക്കുന്നോ അത്രയും നല്ലതാണ്. ഞാനിതിന് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണേ. ഞാൻ അന്നേരം മാവ് അരച്ചിട്ട് 2 പാത്രത്തിലാക്കി വെച്ചേ. അത് പുളിച്ച് പോകുമെന്നും പറഞ്ഞു. അപ്പം ഞാൻ മാവ് അരച്ച ഉടനെ ഞാൻ അരച്ചത് മെഷർ 2 കപ്പ് പച്ചരി, 1 കപ്പ് തേങ്ങ, 1 കപ്പ് വെള്ള അവൽ, പിന്നെ 1/2 കപ്പ് ചോറ്. ഞാൻ ഈസ്റ്റ് അന്നേരം ചേർത്തില്ല. ഞാൻ പഞ്ചസാര അങ്ങനെ ചേർത്തില്ല കേട്ടോ. നിങ്ങൾക്ക് പഞ്ചസാരയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പഞ്ചസാര ചേർക്കാം. ഞാനൊരു രാത്രി ഈ അരച്ചു വെച്ച സമയത്ത് ഇതൊന്നും ഈസ്റ്റ് ചേർത്തില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇത്തിരി തണുപ്പും ഇച്ചിരി ചൂടും അങ്ങനെ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് ഞാനൊരു 12 ഞാൻ കിടക്കാൻ പോകുന്ന ഒരു 12 മണി കഴിഞ്ഞിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഈസ്റ്റ്, ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ ഇച്ചിരി വെള്ളത്തിൽ കലക്കി ഒന്ന് ചേർത്തായിരുന്നേ. അപ്പോൾ ഒത്തിരി രാവിലെ അങ്ങ് പുളിച്ചങ്ങ് സ്മെല്ല് വന്നില്ല. എന്നാലും ഒരു ഇച്ചിരി ഒന്ന് പൊങ്ങി വന്നോട്ടെ. ഞാൻ 2 പാത്രത്തിലാക്കി. ഇപ്പോൾ അത് മറ്റേതുകൂടെ എടുത്ത് ഈ പാത്രത്തിലാക്കി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ രാത്രിയിലെ അങ്ങ് ചേർത്തായിരുന്നു. ഞാൻ 2 ചായയൊക്കെ ഇട്ടതിന് ശേഷമാണ് 2 പാൻ അങ്ങോട്ട് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ച്. അപ്പം ഇതൊന്നും പോളിനോട് ടിഫിൻ തന്നു വിടട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനും പറഞ്ഞു വേണ്ടാന്ന്. പോളിന് വേണമെങ്കിൽ കറിയും കൂട്ടി കൊണ്ടുപോവാം. അവൻ പറഞ്ഞു വേണ്ട മമ്മീന്ന്. അവൻ രാവിലെ ഇട്ട് കഴിച്ചിട്ടും പോയില്ല. ഞാൻ പറഞ്ഞില്ല അവനിപ്പോൾ രാവിലെ അങ്ങനെ കഴിക്കാറില്ലെന്ന്. കൊച്ചതിന് ഇങ്ങനെ കൊടുത്തുവിടാൻ എനിക്ക് പേടിയായതുകൊണ്ട് കറി ഇട്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അത് 2 പേർക്കും ഇന്ന് ബ്രെഡാണ് ടിഫിൻ കൊടുത്തു വിട്ടത്. അപ്പോൾ കൊച്ചതിന് വന്നിട്ട് കൊടുക്കാമെന്ന് വെച്ച്. പോള് പിന്നെ കാണും നിങ്ങൾ വീഡിയോയിൽ പോള് വന്നിട്ട് എന്തോ കഴിച്ചതെന്നൊക്കെ ഉള്ളത്. അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ അന്നേരം ചിന്തിച്ചെന്നാൽ രാവിലെയെങ്കിലും കഴിച്ചിട്ട് പോട്ടെ. ഞാൻ അവനോട് ഇന്നലെ രാത്രിയിൽ പറയാടാ അപ്പോൾ മുട്ടക്കറിയുമ്പോൾ രാവിലെ കഴിക്കുമെന്ന് പറയും. മമ്മി രാവിലത്തെ മൂഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ഞാൻ കഴിച്ചോളാമെന്ന്. പക്ഷേ അവൻ കഴിച്ചിട്ട് പോയില്ല. രാവിലെ ഒരു ചായ പോലും കോഫി പോലും കുടിക്കാതെ ഇപ്പോൾ പോകുന്നത്. എനിക്കാണെങ്കിൽ ടെൻഷനായി. നിങ്ങളൊക്കെ ഇങ്ങനെ വെളിയിൽ നിന്ന് പിന്നെ കോളേജിലൊക്കെ പോകുന്നുണ്ടേ ഒന്നും കഴിക്കാതെ പറയും. ഞാൻ പറയും സാരമില്ല, അതൊന്നും സാരമില്ലെന്ന് പറയും. ഞാനിപ്പോൾ ആദ്യം ഉണ്ടാക്കി ഈ പാത്രത്തിൽ ഇട്ടായിരുന്നു. അതാ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു കറുപ്പ് പോലെ കിടക്കുന്നത്. പിന്നെ അത് ഒട്ടൊന്നും മനസ്സിലായണ്ട ഞാൻ പിന്നെ വീണ്ടും ആ പാത്രത്തിൽ നിന്ന് എടുത്ത് പിന്നെ ഒരു ഇങ്ങനെ മണ്ടയിലും ഇങ്ങനെ നിരത്തി കുറച്ച് നേരം ഈ പാത്രത്തിൽ വെച്ചിട്ട് പിന്നെ അതൊന്ന് തണുത്തതിന് ശേഷം ഞാൻ പിന്നെ പാത്രത്തിലാക്കിയത്. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ കറക്കി ഉണ്ടാക്കുമായിരുന്നു. പിന്നെ അതാണ്ട് ഇങ്ങനെ തവിയും കൊണ്ട് ഇങ്ങനെ ആക്കും. ഇതും നന്നായിട്ട് വരും കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ നമ്മൾ തവിയും കൊണ്ട് ഇങ്ങനെ ദോശ പോലെ പരത്തുന്നുണ്ടേ തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ സാധാരണ നമ്മൾ ഇങ്ങനെ കറക്കി ചുറ്റിയെടുക്കുന്ന ഉടനെ തീ കൂട്ടിയാണ് ഞാൻ വെക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ തീ ഒന്ന് കുറച്ചിട്ടാണ് പരത്തുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് മാവങ്ങ് വെന്തും ആ തവിയുടെ പുറകിൽ ഇച്ചിരി കട്ട കിട്ടും. അതുകൊണ്ട് ആദ്യം ഞാനൊന്ന് തീ കുറച്ചിട്ട് പരത്തിയിട്ട് തീ ഒന്ന് കൂട്ടും. പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കും. അപ്പം നല്ല സോഫ്റ്റ് അപ്പമായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവുമല്ലേ. അപ്പം രാവിലെ ഡാഡിക്കും കൊടുത്ത് റീച്ചാനും കഴിച്ച് അതിനുശേഷം പിന്നെ ഞാനും കൂടെ ഒന്ന് കഴിക്കട്ടെ. ഞങ്ങളിപ്പം 2-3 ദിവസം കൊണ്ട് കൊച്ചിനെ വിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 കൂടെ ഒന്ന് നടക്കാൻ പോകും ഇച്ചിരി. അത് കഴിഞ്ഞിട്ട് വന്ന് ഞാനും കഴിച്ച്. എൻ്റെ മൊബൈൽ ഞാൻ രാവിലെ അപ്ലോഡിങ്ങിന് ഇട്ടതാണ്. അപ്ലോഡാവും, ഡിലീറ്റ് ആവും, വീണ്ടും അപ്ലോഡാവും. അങ്ങനെ ഞാൻ ഡാഡിയുടെ മൊബൈൽ എടുത്തുകൊണ്ട് വന്ന് വീഡിയോ എടുക്കാൻ നിൽക്കുക. അപ്പം തൊട്ട് വീഡിയോ എടുക്കാൻ നിൽക്കുക. കുക്കറിൽ ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ഒരു 3 മീഡിയം സൈസിലെ സവാള അതൊന്ന് വറുത്തെടുക്കാം. എല്ലാം ഇട്ടങ്ങ് വറക്കാം. ഇവിടെ സേമിയ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. സേമിയയും അതിൻ്റെ കൂടെ സാബുദാണയും ചവ്വരി.
ഇതിലോട്ട് ഇനി ഞാൻ ഈ ഏലക്കയ്ക്ക് അരി അധികം ഇല്ലാത്തതുകൊണ്ട് ഒരു 6-7 ഏലക്ക ഞാനൊന്ന് പൊടിച്ചിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ചുക്കുപൊടി. ഇതിലോട്ട് ഞാനൊരു 300 ഗ്രാം ശർക്കര ഉരുക്കിയെടുത്തായിരുന്നേ. ഇത്രയും ചെയ്തുകൊണ്ട് നിന്നപ്പോഴത്തേക്കിന് പ്രീസമ്മ സ്കൂളിൽ നിന്ന് വന്ന് പിന്നെ കുളിച്ചു. എന്നിട്ട് രാവിലെ അവനൊന്നും കഴിച്ചില്ലല്ലേ, അപ്പോൾ അവൻ്റെ പങ്ക് വെച്ചിരുന്ന് അവൻ ഇപ്പം വന്ന് അതാ കഴിച്ചത്. അപ്പം ഉച്ചയ്ക്ക് ഡാഡിയും ഞാൻ ചപ്പാത്തി ആൻറ്റി ഇന്നില്ലായിരുന്നു. അപ്പം ഡാഡിയും പറഞ്ഞെന്നാൽ അപ്പം ഡാഡിക്ക് ഉച്ചയ്ക്ക് മതിയെന്ന്. കാരണം ഞാൻ ബിരിയാണിയായിരുന്നു ഉണ്ടാക്കുന്നത്. അതെനിക്കിത്തിരി സമയമെടുത്ത് ഈ മൊബൈലിൻ്റെ പുറകെ ഇങ്ങനെ നടന്ന് ഞാൻ മൊബൈലിപ്പം അപ്ലോഡാവും അതിൻ്റെ പുറകെ ഇരുന്ന് ലാസ്റ്റിൽ ഗതികെട്ടല്ലേ ഞാൻ ഡാഡിയുടെ മൊബൈൽ എടുത്ത് ചെയ്തത്. ഞാൻ ഉള്ളി അങ്ങ് കോരിയെടുത്തായിരുന്നേ. അപ്പം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഷാജീര, 2 പട്ട, ബേ ലീഫ്, ഒരു പകുതി ജാവിത്രി, ഏലക്ക 3 എണ്ണ ഇടുന്നുള്ളേ. ഏലക്ക എണ്ണയിലോട്ട് ഇടാം. പിന്നെ ഇതെന്തുവാ സ്റ്റാർ അനീസോ, ഒരു 4-5 ഗ്രാമ്പു. ഇതിലോട്ടൊരു 400 ഗ്രാം സവാള. അപ്പം ഞാൻ ചെയ്തപ്പം ഇത്രയും എനിക്ക് സവാള ചേർക്കുമ്പോഴാണ് ഇത്തിരി മസാല വേണമല്ലോ അതിൽ. അപ്പോൾ അധികം മസാലയൊന്നും വേണ്ടെങ്കിൽ ഇതിനേക്കായി കുറച്ച് സവാള ചേർത്താൽ മതി. ഇത്രയും 1 കിലോ അരിക്ക് വേണ്ടി ഞാൻ ഇത്രയും ഉള്ളി എടുത്തപ്പോഴാണ് അതിനായിട്ടുള്ള മസാലയൊക്കെ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാമേ. ഞാനിത് കുക്കറിലല്ല ബിരിയാണി ഉണ്ടാക്കുന്നത്. ഞാൻ കാണിക്കുന്ന പ്രൊസീജിയർ നിങ്ങൾ നോക്കുക. ഞാൻ ഇന്നാളെ കുക്കറിലാണ് ഉണ്ടാക്കിയത്, ഇന്ന് കുക്കറിലല്ല. ഇതിലേക്കൊരു 3 ടൊമാറ്റോ അരച്ചതൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു 10-12 പച്ചമുളകും 1 പിടി മല്ലിയില, 1 പിടി പുതിനയിലയും, അതിൽ നിന്നൊരു നല്ല ഈ സ്പൂണിന് കുതുക്ക എടുത്തിട്ടുണ്ട് ഫുള്ള്. ഇതിലേക്കിനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല നിറച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്കിനിയും ബിരിയാണി മസാല ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല. ഉള്ളി വഴറ്റാൻ തന്നെ ഞാൻ ഇച്ചിരി ഉപ്പിട്ടായിരുന്നു, ഒരു ഇച്ചിരി കൂടെ ഉപ്പിട്ട് കൊടുക്കാം. മസാലയൊക്കെ ഇപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1 കപ്പ് ഞാൻ ടൊമാറ്റോ അരച്ചില്ലേ, ആ മിക്സി ഒന്ന് കഴുകി 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി ഞാൻ ഇതിലൊരു വിസിലടിച്ചെടുക്കാമേ. ഇന്നാളി ചെയ്തത് വേറെ രീതിയിലാണ്, ഇന്ന് ചെയ്യുന്ന വേറെ മെത്തേഡാണ്. അപ്പോൾ ചിക്കൻ ഞാനൊന്ന് ഒരു വിസിലടിച്ച് താനേ പ്രഷർ പോകുമായിരുന്നു. അപ്പോൾ നോക്കിയാണെങ്കിൽ ചിക്കനൊന്നും എല്ലേന്നൊന്നും വിട്ടിട്ടില്ല, അങ്ങനെ വെന്തിട്ടൊന്നുമില്ല. അപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് ഒതുക്കിയിട്ടിട്ട് വിസിൽ അതിലുണ്ടെങ്കിലും ഞാൻ മൊത്തത്തിൽ അടയ്ക്കുന്നില്ല. അതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ ആ അടപ്പൊന്ന് ജസ്റ്റ് ഒന്ന് വെക്കുന്നേ ഉള്ളൂ കേട്ടോ, നന്നായിട്ട് അടച്ച് വെച്ചിട്ടില്ല. ഒന്നുകൂടെ ഒന്ന് ഇച്ചിരിയും കൂടെ ഒന്ന് ആവി കയറി അതൊന്ന് തിളക്കട്ടെ. വിസിലടിച്ചത് കൊണ്ടാണ് ഞാൻ തൈര് അന്നേരം ചേർക്കാഞ്ഞേ. ഇനി ഞാൻ തീ അങ്ങ് ഓഫാക്കിയേ. എന്നിട്ട് ഇതിലോട്ട് ഞാൻ 1/2 കപ്പ്, ഇത് അധികം പുളിപ്പുള്ള തൈരല്ലേ, പുളിപ്പില്ലാത്ത തൈരാണിത്,
അല്ലാതെ നമ്മൾ പാത്രത്തിൽ തന്നെ ഇട്ട് വഴട്ടിയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഇതെല്ലാം വഴന്ന് കഴിഞ്ഞിട്ട് ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇളക്കി കഴിഞ്ഞിട്ട് ഇത് ചേർക്കണേ. ഇനി ഞാൻ തീയൊന്ന് ഓണാക്കണേ. ചിക്കൻ വെന്തെങ്കിൽ ഇങ്ങനെ ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഞാൻ കാണിക്കുന്നത് അടുത്ത പ്രൊസീജിയർ കാണിക്കാമേ എങ്ങനെയാണെന്നുള്ളത്. ഞാനത് കുക്കറിൽ നിന്നും നമ്മൾ വേവിക്കുന്ന പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രേവി കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എത്ര കപ്പോളം വെള്ളം വരുമെന്നുള്ളത്. അപ്പോൾ ഞാൻ അതനുസരിച്ച് ഒരു കപ്പോളം വരും. അതനുസരിച്ച് നമ്മൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിൽ ഞാൻ ബാക്കിയും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പം ഞാൻ ആ കുക്കറിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച്, കുക്കറിലൊക്കെ മസാല ഉണ്ടായിരുന്നു, കുക്കറിലും മിക്സി അരച്ചതിലും എല്ലാം മസാലകളെല്ലാം കൂടെ ഉള്ളത് കൊണ്ട് അതിൽ എല്ലാം ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതാണ് ഒഴിക്കുന്നത്. അപ്പം ഞാൻ 1 കിലോ അരിയല്ലേ എടുത്തേക്കുന്നത്, അതനുസരിച്ച് ഉള്ള വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. നിങ്ങൾ അപ്പോൾ അതിലും കുറവാണെങ്കിൽ അതനുസരിച്ച് ചേർക്കുക കേട്ടോ. ഇപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളെങ്കിൽ നിങ്ങൾക്ക് കുക്കറിലൊക്കെ ഇത് ഒറ്റ വിസിലടിച്ച് എല്ലാം കൂടെ ഇതുപോലെ ചെയ്യാവുന്നേ ഉള്ളൂ. എൻ്റെ കുക്കറും ചെറുതായിരുന്നു. അപ്പോൾ ഞാൻ ബാക്കി പുതിനയും മല്ലിയിലൊക്കെ അരച്ച് ഒരു ഇച്ചിരിയും കൂടെ പേസ്റ്റ് ഉണ്ടായിരുന്നു, അതൊരു 1 ടേബിൾ സ്പൂൺ കാണും, അതുകൂടി ഇതിലോട്ട് ഇട്ടും കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഉപ്പ്. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളമെല്ലാം ചേർത്തിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട്, ഇപ്പം നിങ്ങൾക്ക് എരിവ് കുറവ് മതി. ഇത് ഞങ്ങൾക്ക് ഇച്ചിരി ആവശ്യത്തിനുള്ള എരിവുണ്ടായിരുന്നു. ഒട്ടും എരിവ് കൂട്ടാത്തവരാണെങ്കിൽ ഇപ്പം ഞാൻ ആ പുതിനയിലൊക്കെ അരച്ച് പച്ചമുളക് അരച്ചത് ചേർത്തില്ലേ, അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനത് അങ്ങ് അധികം ഇല്ലാത്തത് കൊണ്ടൊക്കെ അങ്ങ് ചേർത്തതാണ്. പിന്നെ ഞാനിതിലേക്ക് കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഈ വരുന്ന പട്ടയും ബേ ലീഫ് ഉണ്ടല്ലേ, അതൊക്കെ എടുത്തങ്ങ് മാറ്റുന്നുണ്ട്. എന്നിട്ടിത് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം റൈസിനോടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഞാൻ ആ കഴുകി വാരിയെ അരിയും കൂടി ഇട്ട് കൊടുക്കും. കഴുകി ഞാനൊന്ന് ഇച്ചിരി ഒന്ന് വെള്ളം വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നേ, അത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് എല്ലാം കൂടെ ഇളക്കാം. അപ്പം സാധാരണ നമ്മൾ ചെയ്യുന്നത് അടിയിൽ ചിക്കൻ വേവിച്ചിട്ട് അതിൻ്റെ മുകളിലല്ലേ റൈസ് ഇടുന്നത്. അപ്പം ഞാനിതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യും. അപ്പം നമുക്ക് വിളമ്പാൻ നേരം നമുക്ക് പീസൊക്കെ നോക്കി നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ എനിക്കിങ്ങനെ കട്ട് ചെയ്ത് എടുക്കാൻ അറിയത്തില്ല. എനിക്കൊരു അബദ്ധം പറ്റി. റൈച്ചാൻ്റെ അടുത്ത് ഞാനെന്ന് പറഞ്ഞ് ബിരിയാണി റൈസ് വാങ്ങിക്കാം. റൈസാൻ ഒരു 4 ടൈപ്പ്, ഓരോ കിലോയുടെ 4 ടൈപ്പ് ബിരിയാണി റൈസ് വാങ്ങിച്ച്. ഞങ്ങൾ നേരത്തെ ജിയോ മാർട്ടിൽ നിന്ന് വാങ്ങിച്ചത് അത് കുഴപ്പമില്ലായിരുന്നു. എന്നാൽ അത് തന്നെ അങ്ങ് വാങ്ങിക്കണ്ടേ. അപ്പം ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫോർച്യൂൺ എന്നും പറഞ്ഞ് ഒരെണ്ണമുണ്ടായി. ഞാൻ ചിന്തിച്ചു ഫോർച്യൂൺ നല്ല കമ്പനിയുടെ ആയിരിക്കും എന്നും പറഞ്ഞ് ഫോർച്യൂണിൻ്റെ ഇട്ട്. പക്ഷേ എനിക്ക് അത് അത്ര അങ്ങോട്ട് നല്ലതായിട്ട്, അന്നത്തേൻ്റെ അത്രയും നല്ലതായിട്ട് തോന്നിയിട്ടില്ല. ഒരു ഇച്ചിരി സ്റ്റാർച്ച് അതിലുള്ളതുപോലെ എനിക്ക് തോന്നി. അപ്പം ഞാനിതെന്തുവാന്നേലും ഒന്ന് അടച്ച് വയ്ക്കട്ടെ, തിളച്ച് വരട്ടെ. നമ്മൾ വറുത്തില്ലേ ഉള്ളി, അത് ഞാനൊരു ഇച്ചിരി എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി ഇടുന്നുണ്ട് ഇതിലെ. റൈസ് തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ തീ കുറച്ച് ഏറ്റവും എൻ്റെ ഇത് ഇച്ചിരി ഒന്ന് കുറച്ചാലും ഫ്ലെയിം ഉണ്ട്. അങ്ങനെ ഒരു 10 മിനിറ്റ് കൂടുതൽ ഇട്ടിരുന്നു. പിന്നെ ലാസ്റ്റ് അടിയിൽ ഒരു ഇച്ചിരിയും വെള്ളം, അപ്പം പിന്നെ തീ ഓഫാക്കിയിട്ട് പിന്നെ അത് അതിൽ കിടന്ന് കുതിർന്നു വന്നു. അത് റെഡി ആയപ്പോഴത്തേക്കിന് പോൾമോൻ വന്ന് പിന്നെ അവന് ഇത് മതിയെന്ന് പറഞ്ഞു. അപ്പം ഇത് വേണ്ടാന്ന് പറഞ്ഞു. ഇതാണ് അവന് കൊടുത്തത്. പിന്നെ വൈകിട്ട് മതിയായിരുന്നല്ലോ എല്ലാവർക്കും, ഉച്ചയ്ക്ക് എല്ലാവരും കഴിച്ചല്ലേ. പിന്നെ വൈകിട്ടാണ് ഞാൻ ബാക്കി മല്ലിയിലയൊക്കെ ഇട്ടത്. നീ ആദ്യം കഴിക്കുന്നത്. വീഡിയോയിൽ ഒത്തിരി റൈസ് കാണുന്നു. കേക്ക് എൻ്റെ കേക്കാണ് ഡാഡിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ഞാനാണ് കേക്ക് കൊടുത്തത്. പ്രൈസമ്മോൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മമ്മി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ നിന്നാണ് ഞാൻ കേക്ക് വാങ്ങിച്ചത്. അപ്പച്ചയുടെ ബർത്ത്ഡേ ആയി, 90 ഇയേഴ്സ് കംപ്ലീറ്റ്. ബർത്ത്ഡേ കേക്ക് എന്തോ ആയി എനിക്ക് അറിയത്തില്ല. മമ്മി ഇവിടെ വൈഫാ
അപ്പ എവിടെ ഹസ്ബൻഡും വൈഫ് തിന്നു ആ കേക്ക്. ചലേഗ സൂപ്പർ ആർന്ന ഈ എന്റെ ഇതിൻ്റെ കളറ് ഇങ്ങനെ ഇത്ര റെഡ് കളറല്ല, ഒരു യെല്ലോ കളറാണ് കേട്ടോ. ഇത് രാത്രി ആയതുകൊണ്ടാണ് തോന്നുന്നു ഇങ്ങനെയുള്ള ഒരു കളർ തോന്നുന്നത്. ഈ പ്രൈസൻ ചെറുക്കൻ തന്നെത്താൻ വീഡിയോ എടുത്തതാണ്. ഞാൻ കണ്ടവൻ എടുക്കുന്നത്. അവിടെ എല്ലാം തുണിയൊക്കെ ഞാൻ മടക്കാനുള്ള തുണികളൊക്കെ അയവളിയിൽ നിന്ന് എടുത്തിട്ട് കേക്ക് കട്ടി തന്നെ അറിയിച്ചാൽ പറഞ്ഞ് ഇനി എവിടെ പോവാ തുമ്മി എന്നോട് പറഞ്ഞ് ഇവിടെ ഇരുന്ന് കഴിക്കുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് കഴിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.